ഇന്ന് ഡൽഹി കണ്ടത് ഇതുവരെയും ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെ ചെറുപ്പക്കാർ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇന്നലെ അവിടെ ഡൽഹി സാക്ഷ്യം വഹിച്ചു. സംഘർഷമല്ല, സത്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത്. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയായ തന്ത്രപ്രധാന മേഖലയായ ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ MP-മാരെല്ലാം സംഘടിച്ചെത്തുകയും അവിടെ 3.5 മണിക്കൂറോളം നീണ്ട സമരം നടത്തുകയും ചെയ്തതാണ് നമ്മൾ ഇത്രയും നേരം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഇതാ ഒരു പോലീസ് നടപടിയിലൂടെ, ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് MP-മാരെ, രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ എല്ലാം മാറ്റുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, 3.5 മണിക്കൂർ 4 മണിക്കൂറോളമായി മുൾമുനയിലായിരുന്നു, ഉദ്വേഗത്തിന്റെ മുൾമുനയിലായിരുന്നു. എങ്ങനെ അവിടെ നിന്ന് അവരെ മാറ്റുമെന്നതായിരുന്നു അറിയേണ്ടത്. അതിനിടയിലാണ് ചർച്ചയൊക്കെ നടന്നത്. ഇപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷമുള്ള ചില അപ്ഡേറ്റുകൾ, അല്ലെങ്കിൽ എവിടെ സമരമിരിക്കണമെന്നത് താനാണ് തീരുമാനിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി വാക്കുമാറ്റിയെന്ന് ജിതേന്ദ്ര സിംഗും ഒക്കെ പറയുന്നത്, ആ വിവരങ്ങൾ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിൽ നിന്നുള്ള രാഹുലിന്റെ ദൃശ്യങ്ങൾ കാണാം. എന്താണ് പോലീസിന്റെ അടുത്ത നടപടി? പോലീസ് ഈ കോൺഗ്രസ് MP-മാരെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള MP-മാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തികച്ചും നാടകീയമായ സംഭവങ്ങളായിരുന്നു ഇന്ന് നടന്നിരുന്നത്. ഇന്ന് വൈകിട്ട് മല്ലികാർജുന ഖാർഗെയുടെ ജന്മദിനം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കേക്ക് മുറിക്കാൻ വേണ്ടിയായിരുന്നു നേതാക്കളെ ക്ഷണിച്ചിരുന്നത്, MP-മാരെ ക്ഷണിച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തിയ MP-മാരോട് പെട്ടെന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ച് ഇതിനെ സംബന്ധിച്ചുള്ള വിവരം അറിയിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ രാഹുലിന്റെയും പ്രിയങ്കയുടെയും KCയുടെയും നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് ചെയ്ത് വന്ന് ഈ പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിക്കുന്ന തരത്തിൽ, അതായത് ഗേറ്റിന് മുന്നിൽ ഈ സമരം ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും എത്തുകയും ഈ സമരം ഒരു വലിയ സമരമായി മാറുകയൊക്കെയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ബലപ്രയോഗത്തിലൂടെ MP-മാരെ നീക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വിപ്പായ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പോലീസ് അതിൽ നിന്ന് പിന്മാറുകയും അവിടേക്ക് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തുകയുമാണ് ഉണ്ടായിരുന്നത്. അരമണിക്കൂറോളം ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്, ഇത് ഹൈ സെക്യൂരിറ്റി സോണാണ്, ഇവിടെ ഒരു കാരണവശാലും സമരം അനുവദിക്കില്ല. ഈ രാഹുൽ ഗാന്ധി ഇരിക്കുന്നതിനാൽ തന്നെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നതിനാൽ തന്നെ ഈ ബലം പ്രയോഗിക്കാൻ പോലീസിന് താല്പര്യമില്ല എന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിരിഞ്ഞു പോകണമെന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ 2-3 ആവശ്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാനുണ്ടായത്. അതിൽ ഈ പാർലമെന്റിൽ നാളെ ഈ വിഷയം ചർച്ച ചെയ്യണം, നീറ്റ് വിഷയം ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഒരു നിലപാടെടുത്തതോടുകൂടിയായിരുന്നു ഈ കൂടിയാലോചനകൾ ഏതാണ്ട് പൊളിഞ്ഞത്. ഇതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴച്ചാണ് ഈ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാഹുലിന്റെ മുഖത്ത് പോലീസിന്റെ ചവിട്ടേറ്റുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാഹുലിന്റെ ഈ മുഖത്ത് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഈ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി കയറിയ വാഹനം, അതിൽ അവരെ കയറുന്നതിന് മുമ്പ് തന്നെ, അതായത് അവരുടെ ഈ വാഹനത്തിന് തൂങ്ങിക്കിടക്കുന്ന ദൃശ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സമുന്നതരായ 2 നേതാക്കളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച, അത്
ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും സമീപകാലത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിയെ Z+ കാറ്റഗറി സുരക്ഷയുള്ള രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ മുഖത്ത് ചവിട്ടേൽക്കുന്നു, മുഖത്ത് കാര്യമായ തോതിലുള്ള പരിക്കുണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ നിമിഷങ്ങളിൽ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഈ എംപിമാരെ വിവിധ സ്റ്റേഷനുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം അവരെ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇപ്പോഴും ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉള്ളത്. കാര്യമായ തോതിലുള്ള സുരക്ഷാ വിന്യാസമുണ്ട്. ഈ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് വരുന്നതിന് തടസ്സം, അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള ബാരിക്കേഡുകളും മറ്റും പോലീസ് ഇതിന് 4 ചുറ്റും ഇപ്പോൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അക്ഷരാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ സമരങ്ങൾക്കാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ സമരം CJPയുടെ വകയായിട്ടായിരുന്നെങ്കിൽ, നേതൃത്വത്തിലായിട്ടാണെങ്കിൽ, ഇന്ന് അതിന്റെ നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണ്. ഞാൻ കുറച്ച് സമയം മുമ്പ് ലോക്സഭയിലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, നാളെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധ സമരത്തിന് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്ര വലിയ ഒരു പ്രതിഷേധത്തിന് നാളെ പാർലമെന്റിൽ നടത്തുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകുമെന്ന് കരുതിയ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ട കുറെ ചെറുപ്പക്കാരുടെ ഓൺലൈനിലുണ്ടായ ഒരു കൂട്ടായ്മയും അവരുടെ പ്രതിഷേധവും ഒക്കെ ഇപ്പോൾ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം ചേർന്ന് ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല. ഇനി ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതല്ലാതെ ഇതിൽ നിന്നൊരു പിറകോട്ട് പോകലില്ലല്ലോ. ബാലു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടന്നു വന്നിരുന്ന സമരം ഇന്ന് രൂപമാകെ മാറിയിരിക്കുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം സർക്കാരിനെതിരെ രംഗത്തെത്തിയതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. ഇന്നലെ പാർലമെന്റിലേക്ക് അവർ പ്രഖ്യാപിച്ച മാർച്ച് തന്നെ അപ്രതീക്ഷിതമായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടാണ് സർക്കാർ അതിനെ കണ്ടത്. പക്ഷേ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വരുന്നതാണ്. ഇന്നിപ്പോൾ പല ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നു പാർലമെന്റിന് സമീപം ഇന്നലെ ചേർന്ന യുവാക്കളുടെ സമുദ്രം എന്ന് വ്യക്തമാക്കുന്ന ചില ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്രയേറെ ചെറുപ്പക്കാർ ഇന്നലെ അവിടെ എത്തി. പാർലമെന്റിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉള്ള സമയത്ത് പാർലമെന്റിന് തൊട്ടടുത്തേക്ക് ആ വലിയ സമരം എത്തിയപ്പോൾ പാർലമെന്റിന്റെ മുഴുവൻ കവാടങ്ങളും 2001 പാർലമെന്റ് ആക്രമണത്തിന് ശേഷം മുഴുവൻ കവാടങ്ങളും അവർ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇന്ന് അപ്രതീക്ഷിതമായ മറ്റൊരു സമരത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ബി ബാലഗോപാലുണ്ട്. ബാലു, ഞാൻ ചോദിച്ചത്, ഇനി ഈ സമരം രാജ്യത്തെ ചെറുപ്പക്കാർ തുടങ്ങിവെച്ച പാറ്റകൾ എന്ന് ചെറുതായി കണ്ട ആ ചെറുപ്പക്കാർ തുടങ്ങിവെച്ച സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ഇനി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ ഇതിൽ നിന്നൊരു പിറകോട്ട് പോകലുണ്ടാവില്ല, പാർലമെന്റിൽ നാളെ നടക്കാനിരിക്കുന്നതിനെ പറ്റി സൂചന കൂടി നൽകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ സമരം പ്രതിപക്ഷം അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാറ്റകൾ തുടങ്ങിവെച്ച സമരം പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. കോൺഗ്രസ് അതിന്റെ ഏറ്റവും ശക്തമായ രീതിയിൽ ഈ സമരം കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നതാണ്. ഇന്ന് ഈ സമരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് മുന്നിൽ ഈ എംപിമാർ ഉണ്ടായിരുന്ന സ്ഥലത്ത്, സമരം നടത്തിയിരുന്ന സ്ഥലത്ത് വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, എന്താണ് നാടകീയമായ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാം? പാർലമെന്റിനകത്ത് ഇന്ന് പ്രതിഷേധവുമായി എംപിമാരെല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതോടെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ സമരം മാറ്റിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ സമരം ഇവിടെ നടക്കുമ്പോൾ നമ്മൾ കണ്ടൊരു
കാഴ്ച എന്ന് പറയുന്നത് പോലീസ് 3 ലെയറുകളായി തിരിഞ്ഞുകൊണ്ട് ആരെയും അടുത്തേക്ക് വിടാതെ, പ്രത്യേകിച്ച് ഇവരുടെ PA-മാരെ പോലും ഉള്ളിലേക്ക് കയറ്റി വിടാതെ MP-മാരെ വളഞ്ഞു വെക്കുകയായിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു നടപടിക്ക് അറച്ചു നിന്നു. സ്വാഭാവികമായും ജനപ്രതിനിധികളാണ്, അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടന്നാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നതായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്കായി മന്ത്രി എത്തി. മന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെടുന്നു. തൊട്ടു പിന്നാലെയാണ് ഡൽഹി പോലീസിന്റെ അതിശയകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ സമീപകാല ചരിത്രം ഒന്നും കാണാത്തൊരു കാര്യമാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ ചവിട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നു. സ്വാഭാവികമായും അത് പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടുന്ന കാര്യമാണ്. കാരണം ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയോളം തന്നെ ജനങ്ങൾ ആദരവോടുകൂടി കാണുന്ന ഒരു സീറ്റാണ് ആ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന MP-മാരെ സമാനമായ രീതിയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കർണാടകയുടെ മുഖ്യമന്ത്രി ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവസാന ഘട്ടമായപ്പോൾ തളർന്നിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹി പോലീസും അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്യണം ഇനി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുന്നിലിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളാണ്, MP-മാരാണ്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ കസ്റ്റഡിയിലെടുക്കും, അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായ ഒരു മറുപടി അവർക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു. അത് തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് നടന്നിരുന്നത്. നമുക്ക് ആ സ്ഥലത്തേക്ക്, MP-മാർ സമരം ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ശ്രീജ ഒന്ന് പോകാം. ഈ കാണുന്നത്, അതായത് ഈ പോലീസിന് ഫോഴ്സിനും പിന്നിൽ കാണുന്ന ഗേറ്റ്, ആ ഗേറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതായത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനും അകത്തേക്ക് പോകുന്നതിനുമായി ഉപയോഗിക്കുന്ന ഗേറ്റാണ്. ആ ഗേറ്റ് ഈ വഴിയിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങി രാജാജി, അതായത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടെ നിന്ന് ഇറങ്ങി നേരെ രാജാജി റോഡ് വഴിയാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. പാർലമെന്റിൽ നിന്ന് 2 കിലോമീറ്റർ, വെറും 2 കിലോമീറ്റർ മാത്രമുള്ള ദൂരത്തിലുള്ള പ്രദേശമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് നമുക്ക് പറയാവുന്ന ഈ പ്രദേശത്താണ് ഇന്ന് വൈകിട്ട് 3:30 കോൺഗ്രസ് MP-മാർ എത്തുന്നത്. കോൺഗ്രസ് MP-മാരെ ഇവിടേക്ക് വരുന്നത് തന്നെ വലിയ അല്പം നാടകീയതയാണ്. കാരണം ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം എല്ലാ കോൺഗ്രസ് MP-മാർക്കും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുകയായിരുന്നു. ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് മല്ലികാർജുന ഖാർഗെയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് ഒരു കേക്ക് മുറിക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണമെന്നായിരുന്നു കോൺഗ്രസ് MP-മാരോട് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെയാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഏറെക്കുറെ ഭൂരിപക്ഷം MP-മാരും അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ ചടങ്ങ്, അതായത് ഈ ജന്മദിനാഘോഷ ചടങ്ങ് അല്ല, മറിച്ച് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ഇന്നലെ നടത്തിയ നരനായാട്ട്, ആ നരനായാട്ടിനെതിരെ നമ്മൾ പ്രതിഷേധിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് അറിയിച്ചത്. തുടർന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശരി, പി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. ഇപ്പോൾ ബാലുവും വിഷ്ണുവും നേരത്തെ പറഞ്ഞ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാലു തുടർന്നോളൂ, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്, തുടർന്നോളൂ. അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെ അതായത് തുടർന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മല്ലികാർജുന ഖാർഗെയുടെ 10 രാജാജി റോഡിൽ നിന്നുള്ള വസതിയിൽ നിന്ന് ഈ വസതിയിലേക്ക്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് 2 വഴികളാണുള്ളത്. ഒന്ന്, ഈ ലോക് കല്യാൺ മാർഗിലെ 7 ലോക് കല്യാൺ മാർഗിലേക്ക് പ്രധാനമന്ത്രിക്ക് മാത്രം പ്രവേശിക്കാൻ അധികാരമുള്ള, അവകാശമുള്ള ഈ വഴിയും, അതുപോലെ തന്നെ റേസ് കോഴ്സ് റോഡിലുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ, കേന്ദ്രമന്ത്രിമാർക്കൊക്കെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നതിന് പ്രവേശിക്കാനുള്ള മറ്റൊരു വഴിയും. അങ്ങനെ 2 വഴികളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രവേശിക്കാൻ ഉള്ള അനുമതി ഉള്ളത്. അതിൽ പ്രധാനമന്ത്രി പ്രവേശിക്കുന്ന ഈ വസതിയിൽ, ഈ ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറോളം കോൺഗ്രസ് നേതാക്കളുടെ
ഈ സമരം നിലനിന്നിരുന്നത്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. ആ ചർച്ച ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു. പക്ഷേ ചർച്ച പൊളിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നാളെ ദേശീയ ദിനപത്രങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു തലക്കെട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, അത് രാഹുൽ ഗാന്ധിയെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവിനെ പോലീസ് ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നത്. ആ മാറ്റുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നിലത്ത് വീഴുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചവിട്ടേൽക്കുകയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഈ ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ രാഹുൽ ഗാന്ധി മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഇതിനിടയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ചില പരിക്കുകളൊക്കെ ഉണ്ട് എന്നതാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് പ്രിയങ്ക ഗാന്ധിയെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നാണ്. പ്രിയങ്ക ഗാന്ധി ഒരു ബസ്സിനകത്ത് കയറ്റുന്നു. ആ ബസ്സിൽ പ്രിയങ്ക ഗാന്ധി കയറാൻ വിസമ്മതിക്കുന്നു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ ബസ്സിലേക്ക് വലിച്ചു കയറ്റുന്നു. അവർ ആ പടിയിൽ കയറുമ്പോൾ തന്നെ, ആ ബസ്സിന്റെ പടിയിൽ അവർ നിൽക്കുമ്പോൾ തന്നെ ബസ് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഫുട്ബോളിൽ തൂങ്ങി നിന്ന് ഈ കോളേജിലൊക്കെ പോയ അനുഭവം എന്നെ പോലുള്ളവർക്കൊക്കെ ഉണ്ട്. ഏതാണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്ന് ഈ ഫുട്ബോളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഡൽഹി പോലീസിലെ 2 വനിതാ പോലീസുകാർ അവരെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ റൗണ്ടിലൂടെ ഈ വാഹനം രാജാജി റോഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചത്. പക്ഷേ ആ വാഹനം മറ്റൊരു വാഹനത്തിന്റെ പിന്നിൽ പോയി ഇടിക്കുകയാണ് ഉണ്ടായത്. അത്രയ്ക്ക് വേഗതയിലായിരുന്നു ആ വാഹനം പോയത്. പിന്നീട് ആ മറ്റൊരു വഴിയിലൂടെ പ്രിയങ്ക ഗാന്ധി ഈ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും ഈ സമീപകാലത്ത് ഒന്നും കാണാത്ത കാഴ്ചകൾക്കാണ് കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നമുക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പ്രദേശമായി പ്രധാനമന്ത്രിയുടെ 7 ലോക് കല്യാൺ മാർഗിലുള്ള ഈ സ്ഥലം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് ഇന്ന് 3 മണിക്കൂറോളം, എന്റെയൊക്കെ അറിവിൽ, ഞാൻ ഒരുപക്ഷെ എന്റെ മാത്രമല്ല, ഇത്തരമൊരു സമരം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഏതാണ്ട് ഇത്ര അടുത്ത് ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ നിന്ന് 100 മീറ്ററോളം അകലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ താമസ സ്ഥലം. പക്ഷേ ഈ വഴിയിലൂടെയാണ്, ഈ ഗേറ്റിലൂടെയാണ് പ്രധാനമന്ത്രി ദിവസവും അദ്ദേഹം പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും. അതായത് പ്രധാനമന്ത്രിയുടെ റൂട്ട് ഈ വഴിയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറത്തേക്കും അകത്തേക്കും പോകുന്നത്. അവിടെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ സമരം നടത്തുന്നത്. അതിൽ 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും, ഈ 2 പേരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഡൽഹി സന്ദർശനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 2 നേതാക്കളോടും ഡൽഹിയിൽ വരാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് സംഘടനാപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഡൽഹിയിൽ എത്തണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ഇവിടേക്ക് വരുന്നത് വരെ വി.ഡി. സതീശനോ ഡി.കെ. ശിവകുമാറിനോ ഈ സമരത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവോ ധാരണയോ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതേണ്ടത്. ഏതായാലും കോൺഗ്രസിന്റെ എംപിമാർ, 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർ 3 മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉപരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത്യസാധാരണമായ കാഴ്ചകൾക്കാണ് ഇന്ന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ ഒരു സമീപകാല ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ, മുതിർന്ന നേതാക്കൾ, 2 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ ഉപരോധ സമരം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ ബലപ്രയോഗത്തിലൂടെ എംപിമാരെ അവിടെ നിന്ന് നീക്കി മാറ്റുന്നതും കണ്ടു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള MP ജെബി മേത്തറിനെ ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് മാറ്റുന്നതാണ്. मैं तेरे को अरुण का नंबर मैं भेज रहा हूँ बट उससे 3 മണിക്കൂറോളം പോലീസും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. പ്രതിപക്ഷ നേതാവാണ്, ബാക്കി മുതിർന്ന, രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണ്, എംപിമാരാണ് അവരുടെ മുന്നിലുള്ളത്. എങ്ങനെ ഈ അതീവ തന്ത്രപ്രധാനമായ മേഖലയിൽ നിന്ന്, അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഇവരെ മാറ്റുമെന്ന കാര്യത്തിൽ പോലീസിനും വലിയ ധാരണയുണ്ടായിരുന്നില്ല. അത്രത്തോളം അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം പിന്നീട് നടന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്.